ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിന് മണിക്കൂറുകൾ മാത്രം. ഫുട്ബോൾ ലോകകപ്പ് ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് ഫുട്ബോൾ ലോകകപ്പ്. ലോകത്തെ ഏറ്റവും മികച്ച 48 ടീമുകൾ, ഇതാദ്യമായിട്ടാണ് ഒരു ലോകകപ്പിൽ 48 ടീമുകൾ പങ്കെടുക്കുന്നത്. ഇതാദ്യമായിട്ടാണ് 3 രാജ്യങ്ങളിലായിട്ട് ഇത് നടക്കുന്നത്. മെക്സിക്കോയിലും അമേരിക്കയിലും കാനഡയിലുമാണ് ഇത് നടക്കുന്നത്. ഫുട്ബോൾ അത്രയൊന്നും ജനപ്രീതി ഇല്ലാത്ത അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളിലാണ് നടക്കുന്നത്. മെക്സിക്കോ നേരത്തെ തന്നെ 2 തവണ 78-ലും 86-ലും ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ്. ആ 78-ഉം 86-ഉം പ്രത്യേകിച്ച് അർജൻറ്റീനക്കാർക്ക് വളരെ പ്രത്യേകതകളായിരിക്കും. കാരണം ഈ 2 കപ്പും ജയിച്ചത് അർജൻറ്റീനയാണ്. 86-ൽ മറഡോണയുടെ ദൈവത്തിൻ്റെ കൈയിൻ്റെ ഗോളും അതിഗംഭീരമായ മറ്റൊരു ഗോളും നമ്മൾ കണ്ട് അങ്ങനെ അന്ന് ജയിച്ച് അതൊന്നും മറക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ മെക്സിക്കോ അന്ന് തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ വീഡിയോയിൽ വന്നത് മറ്റൊരു കാര്യം പറയാനാണ്. ലോകകപ്പ് ജയിക്കുന്നവർക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുക, കോടിക്കണക്കിന്. അപ്പോൾ സമ്മാനം, അതായത് ലോകകപ്പ് സമ്മാന തുകയായിട്ട് എത്രയാണ് ഈ തവണ 2026 ലോകകപ്പിൽ എത്രയാണത് കിട്ടുക എന്നൊന്ന് നമുക്ക് നോക്കാം. ലോകകപ്പ് നേടുന്ന ടീമിന് 476 കോടി രൂപയാണ് സമ്മാനമായിട്ട് ലഭിക്കുക. 476 കോടി രൂപ. അതായത് 500 കോടിക്ക് 24 കോടി രൂപ മാത്രമേ കുറവുള്ളൂ. 476 കോടി രൂപ. റണ്ണറപ്പ്, അതായത് ഫൈനലിൽ തോൽക്കുന്ന ടീമിന് 314 കോടി. 314 കോടി. അപ്പോൾ 162 കോടി കുറവാണ്. അതായത് ജയിച്ചവർക്ക് 476, തോറ്റവർക്ക്, ഫൈനലിൽ തോറ്റവർക്ക് 314 കോടി. 162 കോടി കമ്മി. പക്ഷെ 314 കോടി ഒട്ടും കുറവല്ല. വലിയ സമ്മാനത്തുക തന്നെയാണ് 314 കോടി. ഇനി കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരായ അർജൻറ്റീനയ്ക്ക് അന്ന് എത്ര കിട്ടിയതെന്നും കൂടി അറിയണ്ടേ. അത് അന്ന് കിട്ടിയത് ചാമ്പ്യന്മാർക്ക് 344 കോടിയായിരുന്നു. ഇത്തവണ 476 കോടിയാണ് ചാമ്പ്യന്മാർക്ക് കിട്ടുന്നത്. അപ്പോൾ 132 കോടി രൂപ വർദ്ധിച്ചു. 4 കൊല്ലമാണ് ആ ഗ്യാപ്പ് 2 ലോകകപ്പിനിടയിൽ. ഈ 4 കൊല്ലത്തിനിടയിൽ അടുത്ത ലോകകപ്പ്, അതായത് ഇത്തവണ ലോകകപ്പ് വരുമ്പോഴേക്കും 132 കോടി രൂപയാണ് സമ്മാനത്തുകയിൽ വർദ്ധിച്ചിരിക്കുന്നത്. എന്താണ്, എന്തുമാത്രം വലിയ വർധനമാണ്, എത്ര വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും കൗതുകമുള്ള കാര്യങ്ങളുണ്ട്. അതായത് 2006 ലോകകപ്പ് വരെ ജേതാക്കൾക്ക് 80 കോടിയിലപ്പുറം പൈസ കിട്ടിയിരുന്നില്ല. ലോകകപ്പ് ജയിച്ചാലും 80 കോടിയിൽ കൂടുതലൊന്നും കിട്ടുമായിരുന്നില്ല 20 കൊല്ലം മുമ്പ്, അതായത് 2006 വരെ. അതിന് ശേഷമാണ് ഇങ്ങനെ കുതിച്ചു കയറ്റം ഉണ്ടായത്. 2006 വരെ 80 കോടിയാണ് പരമാവധി ജേതാക്കൾക്ക് കിട്ടുന്ന പൈസ ഉണ്ടായിരുന്നത്. 1982-ൽ ഇറ്റലിയാണ് കിരീടം നേടിയത്. ഇറ്റലിയാണ് ലോക ജേതാക്കളായത്. അന്ന് ഇറ്റലിക്ക് ലഭിച്ചത് എത്രയെന്ന് അറിയോ? 17.92 കോടി മാത്രം. 17.92 കോടി 1982-ൽ. 44 വർഷത്തിന് ശേഷം 2026-ൽ ജേതാക്കൾക്ക് കിട്ടാൻ പോകുന്നത് 476 കോടി. 17.92-ൽ നിന്ന് 44 വർഷം കഴിഞ്ഞപ്പോൾ 476 കോടി രൂപയായി. എന്തായാലും അതിഗംഭീരമായ സമ്മാനത്തുകയാണ്. ആർക്കാണോ കിട്ടുന്നത് അവർ അത് സമ്മാനത്തുകയായാലും ഫൈനലിൽ തോൽക്കുന്നവർക്കും നല്ല പൈസയാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് അത് കിട്ടുന്നവർ ഭാഗ്യവാന്മാർ. അത് കിട്ടാൻ വെറുതെ കിട്ടുന്നതല്ല കേട്ടോ, നല്ല അധ്വാനമുണ്ട്. ആ അധ്വാനത്തിലൂടെ കിട്ടുന്നവർക്ക് അത് കിട്ടട്ടെ. എല്ലാ ആശംസകളും എല്ലാ പ്രേക്ഷകർക്കും അതിഗംഭീരമായ ഒരു ലോകകപ്പ് ആശംസിക്കുന്നു.